പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളോടൊപ്പം ദുബായ് വാർത്തയുടെ സ്റ്റുഡിയോയിലുള്ളത്, ഞങ്ങളുടെ ലിങ്കിലുള്ളത് മിസ്റ്റർ മനാഫ്. ഇന്ത്യ മുഴുവനും ഒരു തരംഗമായി താങ്കൾ മാറി. താങ്കളുടെ ചില വാക്കുകളുണ്ടല്ലോ, അതായത് എനിക്ക് മരം വേണ്ട, എന്റെ തടി വേണ്ട, എന്റെ ലോറി വേണ്ട, എനിക്ക് ഓല മതി എന്ന് പറഞ്ഞ ഒറ്റ വാചകം കൊണ്ട് ഇന്ത്യയിൽ മൊത്തം മനുഷ്യ സ്നേഹികളുടെയും ആദരവ് താങ്കൾ പിടിച്ചു പറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം പറയാൻ പെട്ടെന്നൊരു മനസ്സിൽ ഒരു സമയത്ത് വരുന്നൊരു വാക്കൊന്നും അല്ല മിസ്റ്റർ മനാഫ്. താങ്കളുടെ ലോറി ഉടമയാണ്, താങ്കളുടെ ജീവനക്കാരനാണ്, കാണാതാകപ്പെട്ട, പിന്നെ മരിച്ചുപോയെന്ന് നമ്മൾ അറിയുന്ന, പിന്നെ മൃതദേഹം കണ്ടെടുക്കപ്പെട്ട അർജുൻ. എന്നിട്ട് താങ്കൾ പറഞ്ഞ വാചകമാണ് ഇന്ന് ഇന്ത്യ മുഴുവനും ഇത്രയും വലിയ കാര്യമാവുമ്പോൾ ഇത് താങ്കളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്, താങ്കളുടെ ഉള്ളിന്റെ ഒരു നന്മയുടെ ഭാഗമാണ്, ഒരുപക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ശീലിച്ച കാര്യമാണ്, അധ്യാപകർ പഠിപ്പിച്ച കാര്യമാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. താങ്കളുടെ മാഷ് മിസ്റ്റർ ഉസ്മാൻ ഞങ്ങളുടെ കാര്യം പറയുകയും ഉസ്മാൻ മാഷ് വഴിയാണ് ഞങ്ങൾ താങ്കളെ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും മിസ്റ്റർ ഉസ്മാനോടുള്ള നന്ദി ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ താങ്കളിലേക്ക് വരട്ടെ. ഈ ഒരു അങ്ങനെ പറയാൻ പറ്റിയ മാനസികാവസ്ഥയിൽ മിസ്റ്റർ മനാഫ് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഒരു ജീവനക്കാരൻ എന്ന ബന്ധത്തിലുപരിയായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ആദ്യം തന്നെ എന്റെ ഗുരുനാഥനാണ് കൂടെ ഇരിക്കുന്നത്. അതിൽ പരം സന്തോഷം എന്റെ ജീവിതത്തിൽ വേറെ ഇല്ല. ആദ്യമായിട്ട് ഒരു നേതൃത്വം എനിക്ക് എന്റെ ഉള്ളിൽ ഒരു നേതൃത്വ ഗുണമുണ്ട് എന്നുള്ളത് എനിക്ക് തെളിയിച്ചു തന്ന, എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തി തന്ന, എന്റെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എന്നെ ഹോസ്റ്റൽ ലീഡർ ആക്കി, ആ ഒരു ഗുണം എനിക്കുണ്ട്, ആ കപ്പാസിറ്റി ഉണ്ട് എന്നെ കാണിച്ചെന്ന എന്റെ മാസ്റ്ററുടെ കൂടെയാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. 2011 എന്റെ ഫാദർ മരിക്കുമ്പോ പെട്ടെന്നുള്ള മരണേനു ഫാദറിൻ്റെത്. ഫാദർ കർണാടകയിൽ അറിയപ്പെടുന്ന നേതാവേനു. പക്ഷെ ജീവിത സമ്പാദ്യം എന്ന് പറയുന്നത് പേരും പ്രശസ്തിയും തന്നെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയില് വിചാരിക്കാത്ത ഫാദറിൻ്റെത് പെട്ടെന്ന് പോയാണ് 2011. അവിടുന്ന് എന്റെ അനിയനും ഞാനും കൂടി കഷ്ടപ്പെട്ട് പല പ്രാവശ്യം വീണിക്കണ്. ഞാൻ അബുദാബിയില് 2007 വാപ്പുള്ള കാലത്ത് എന്റെ അളിയനെ ആക്സിഡന്റ് ആയിരുന്നു. 2007 ഞാൻ അബുദാബിയില് ടാക്സി ഓടിച്ചിട്ടുണ്ട്. ഞാൻ അലയില് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ അലയില് അറിയാതെ അളിയന് അത്യാവശ്യം പേര് കേട്ട കുടുംബാണ്. പക്ഷെ കൈത്തോലൊന്നും പഠിച്ചിട്ടില്ലേനു. അപ്പൊ കിട്ടിയ വിസ അബുദാബി ടാക്സി തുടങ്ങിയിട്ടേ ഉള്ളേനു. അപ്പൊ ആ ടാക്സിയിലേക്ക് ഒരു കമ്പനി വിസ ആക്കിനു. ഞാന് ആരോടും ചോദിക്കാതെ ആ കമ്പനി പോയി കേറി. എത്തി നോക്കുമ്പോ അബുദാബിന്ന് ഒരു അലയിലെ കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം പോലും തന്നില്ലേനു. അപ്പൊ ആരുല്ലേനു കൂടെ. അവിടുന്ന് ഞാൻ ആ കമ്പനിയിലെ ഏറ്റവും നല്ല ഡ്രൈവറായി മാറി. അവിടുത്തെ ഓഫീസില് ഒക്കെ കേറി പറ്റി. പിന്നെ ആദ്യ 6 മാസം ഞാന് ഒരു നേരം എന്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ ഇപ്പം അബുദാബി ദുബായിലായിട്ടുണ്ട്. ആ കമ്പനിയിലെ നേതാവായിരുന്നു ഞാന്. അപ്പോ എല്ലാത്തിന്റെ മുന്നിൽ നമ്മൾ ഉണ്ടാവും. സമരം ചെയ്തീന് അബുദാബി ടാക്സി ഒരു കാലത്ത് അതിലുണ്ടായിന്. അതായത് ഒരുപാട് കഷ്ടപ്പാട് എനിക്ക് ഗൾഫിൽ ഉണ്ടായിക്കണ്. ഞാന് എന്റെ ജീവിതം, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ അവിടെ ഒരുത്തന് പോകുന്നത് തിരിച്ചു കിട്ടിയില്ല. നോ പ്രോബ്ലം. നഷ്ടപ്പെടലുകൾ ഇന്ന് തുടങ്ങിയതല്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കും, കഷ്ടപ്പെട്ടു. ഇത് എന്റെ ശൈലിയാ, അതിന് മാറില്ല. ഞാൻ എന്റെ ജീവിതം ഒരു പാമ്പും കോണിയുമാതിരി. ഞാന് കൊറേയൊക്കെ ഒരു ലൈഫിന്റെ പാമ്പും കോണിയുമാതിരി. ഞാൻ കുറെ മുന്നോട്ട് എത്തും, 99ാമത്തെ അക്കത്തിൽ എത്തുമ്പോ പാമ്പ് കടിച്ച് താഴെത്തു. പക്ഷെ തോറ്റെടുത്തിട്ടില്ല. പിന്നെയാണ് ഇപ്പോ ചിരൂരിലെ പ്രശ്നത്തില് തോൽക്കാന് മനസ്സില്ല. അങ്ങനെ തോൽക്കരുതെന്ന് എന്റെ അധ്യാപകർ എന്നെ പഠിപ്പിക്കണ്, എന്റെ മാതാപിതാക്കൾ പഠിപ്പിക്കണ്. എന്റെ സാഹചര്യം അങ്ങനെ. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിലാണ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. 7ാം ക്ലാസ്സിൽ ഞാൻ ഹോസ്റ്റലിൽ വരും കർണാടകയിലാണ് പഠിച്ചിരുന്നത്. എനിക്ക് കന്നഡ മാത്രം അറിയുള്ളൂ. അതിന് ഞാന് എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് ഹോസ്റ്റൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളിയാക്കലുകൾ, എല്ലാ പ്രയാസങ്ങളും ഉള്ളതാണ് ഹോസ്റ്റൽ ജീവിതം. ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണല്ലോ വീട്ടിൽ നിന്ന്. അവിടുന്ന്
അവിടുന്ന് പൊരുതാൻ തുടങ്ങിക്കണ് നമ്മള്. ഭാഷനോട് പൊരുതിക്കണ്. അന്ന് ഭാഷ ഇങ്ങനെ മലയാളം പ്രയാസം ഉണ്ടായി എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ. അവിടുന്ന് 7ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ 7ലാ പഠിക്കുന്നത്, പക്ഷെ 1ാം ക്ലാസ്സിലെ മലയാളം പഠിക്കണേ. എനിക്ക് എക്സ്ട്രാ മാഷും ബാക്കിയുള്ളവരും എനിക്ക് എക്സ്ട്രാ ട്യൂഷനൊക്കെ പുറമെ ടീച്ചറെ വെച്ച് എടുത്തുനിന്ന് എന്നിട്ട് അങ്ങനെയൊക്കെ അതിനോടൊക്കെ കളിയാക്കലുകള് വീട്ടിൽ നിന്ന്. ഞാനൊരു പേടിത്തൂറി ചെയ്യുന്നു ആള്. എനിക്ക് പ്രേതങ്ങളൊക്കെ വരും അങ്ങനെയൊക്കെയുള്ള പേടിയുള്ള ഒരു ചെറിയ കുട്ടി തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പ്രേതങ്ങൾ ഞാൻ ഒരുപാട് കണ്ട്. ഈ 72 ദിവസം പ്രേതങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇവിടെ എസ്പിന്റെ മുഖമായിട്ടും എല്ലാ ടൈപ്പ് ഇവിടെ കണ്ട്. പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് ഒരു പ്രേതത്തിനും പേടിയില്ല, ഒന്നിനും പേടിയില്ല. അത് ഈ ഹോസ്റ്റൽ ജീവിതം അതിനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിലെത്തി. പട്ടിണിയും പരിവട്ടവും ഒന്നും ഒരു പ്രശ്നമില്ലേനു. അതൊക്കെ ഒരു കാലത്ത് ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടിയിട്ട് മിസ്റ്റർ മനാഫ് ഇത് പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയ ആവേശമായിട്ടും പ്രേരണയായിട്ടും മാറും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം താങ്കൾ മനസ്സിൽ വിചാരിച്ചതും പറഞ്ഞതും പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു വന്നത്, ഈ 2 മാസം കഴിഞ്ഞു, 70 ദിവസം കഴിയുന്നു, 71, 72 ഇങ്ങനെയായി വരുമ്പോൾ എവിടെ വെച്ചിട്ടാണ് ഒരു പ്രതീക്ഷ മിസ്റ്റർ മനാഫിന് കിട്ടിയത്? ഇത് കണ്ടുപിടിച്ചിരിക്കും, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തിയിരിക്കുമെന്ന് എവിടെ ഒരു തോന്നലുണ്ടായി? അത് ഫസ്റ്റ് ഡേ മുതൽ ഉണ്ടായോ? പലരും കൈയൊഴിഞ്ഞു, പലരും പരിഹസിച്ചു, പലരും കുറ്റപ്പെടുത്തി, കളിയാക്കി, എന്നിട്ടും വിട്ടുപോകാതെ നിന്ന ഇവിടെ നിന്നാണ് ആ പിടിവള്ളി കിട്ടുന്നത്? ഡേ 1 മുതൽക്ക് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നേരം വൈകിയത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പ്രവൃത്തിയിൽ എവിടോ ഒരു പാളിച്ച വന്നിക്കണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനിയും നേരത്തെ കിട്ടിയേനു. ഒന്നാമത് സിസ്റ്റമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തില്ല ഒരു തരത്തിലും. പല 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 ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം അതിന്റെ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടായി. ഒന്നാമത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ എന്താ പറയാ, ഞാനൊരു അത്ര വലിയൊരു എന്താ പറയാ, എനിക്ക് രാഷ്ട്രീയ പിടിപാടില്ല, എനിക്ക് രാഷ്ട്രീയക്കാരെ പരിചയമില്ല. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്ന ഒരു മനുഷ്യനാ. അപ്പം എനിക്ക് അങ്ങനത്തെ ആരെ വിളിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പോരായ്മ അതൊക്കെയാണ് കാരണം. ഒന്ന്. രണ്ടാമത് ഞാൻ പ്രതീക്ഷിച്ച പല സ്ഥലത്തുനിന്നും എന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കണ പല പ്രതീക്ഷിച്ച ആളുകളൊന്നും കൂടെ കിട്ടിയില്ല. കിട്ടിയ ആളുകള് അവസാനം കുറ്റം പറയുന്ന കൂട്ടത്തിലേക്ക് വരെ എത്തി. പക്ഷെ അതിലൊന്നും ഒരു സങ്കടവും ഇല്ല, ഒന്നുമില്ല. ഞാനൊക്കെ ഓരെല്ലാ ഈ വിഷയത്തിൽ എത്ര ആൾക്കാർ കൂടെ ഉണ്ടായിനി ഓരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. ഹലോ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്നേഹം, ഒരു കരുതല്, അതിന്റെ ഒരു മാതൃക കാണിച്ചു കൊടുത്തൊരു വിഷയമാണ്. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് വിദേശത്തിന് പകക്ക് ഒന്നും ഒരു സ്ഥാനമില്ല എന്തായാലും. അതെ അതെ, ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി വളർത്തും, ആ കുടുംബത്തിൽ ഒരു മകനായിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് ഭാവിയിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പരിമിതി ചെയ്യാൻ പറ്റിയത്? സാർ അതിന്റെ കടമാണ് സാർ. അതില് അതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് ഒരു പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഹലോ, ഞാൻ എന്താ പറഞ്ഞ ഏതൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനോട് പറഞ്ഞതാണ്. എന്താ അതിലൊരു സംശയം? ഹലോ, ഓൾറെഡി എനിക്ക് 3 കുട്ടികൾ ഉള്ളതാണ്. അതിലേക്ക് ഒരു 4മതൊരു കുട്ടിയാവണ്. ഓൾറെഡി എനിക്കൊരു ഫാമിലി ഉള്ളതാണ്. ഒരു ഉമ്മ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ 2 ഉമ്മമാരുണ്ട്. ഭാഗ്യം ചെയ്ത ആളല്ലേ ഞാന്. ഒരു സംശയമില്ല. എനിക്ക് വാപ്പല്ല, പകരം ഒരു അച്ഛനുണ്ട്. അനിയത്തിമാരില്ലേ. എന്റെ ലൈഫിൽ ഒരു സങ്കടം തന്നെ, 2 താത്തമാരുണ്ട്. അപ്പൊ ആ അധികാര താത്തമാര് കാണിക്കലുണ്ട്. അപ്പൊ അനിയത്തിമാരെ ഒരു കുറവുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 2 അനിയത്തിമാരുണ്ട്. ഞാന് അഭിരാമിനെയും ജിതിന്റെ വൈഫിനെയും ഞാന് ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു ഏട്ടനെ നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് 2 ഏട്ടന്മാരെ തന്നിക്കണ്. കാരണം ഞാനും മൂബിയും ഇനി മുതൽ ഓരോ കൂടെ ഉണ്ടാവും. ഓരോ കൂടെ ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഓരെന്ത് ആവശ്യത്തിനും ഏത് സമയത്ത് ഏത് നട്ടപ്പാതിരാക്ക് വിളിച്ചു കഴിഞ്ഞാലും 10 മിനിറ്റ് കൊണ്ട് ഓരോ വീട്ടിന്റെ മുറ്റത്ത് ഉണ്ടാവും 2ൽ ആരെങ്കിലും ഒരാള്. പിന്നെ സാറേ, നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയണതിൽ കാര്യമില്ല എന്ന് എന്റെ അഭിപ്രായം. ഞാന് രാഷ്ട്രീയക്കാരനല്ല.
കുറെ എന്ത് വാഗ്ദാനങ്ങൾ പറയാന്. ഞാൻ പ്രവർത്തിച്ച് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇൻഷാ അള്ളാ ഞാൻ എന്റെ ഭാഗം ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും. എല്ലാ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും എല്ലാ സോഷ്യൽ വർക്കേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ കാണിച്ച ഈ പാത പിന്തുടരട്ടെ. കാരണം ഒരുപാട് പ്രസംഗിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെ കുറച്ചു മാത്രം പറയുകയും കൂടുതൽ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് ഒരു കുടുംബത്തിന് ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. താങ്കളുടെ നന്മ ഇപ്പം നാട്ടിലെങ്ങും പാട്ടായ മട്ടിൽ, എല്ലാവരും അനുകരിക്കാൻ പോകുന്ന മട്ടിൽ, എല്ലാവർക്കും സ്വീകാര്യമായ മട്ടിൽ മാറിയിരിക്കുകയാണ്. കരാട്ടെ പഠിച്ചിട്ടുണ്ടല്ലേ? അതെ, കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റിന്റെ ടെസ്റ്റിന്റെ സമയത്താണ് ഉസ്മാൻ മാഷ് ദുബായിലേക്ക് പോണത്. നമ്മള് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആ ബ്ലാക്ക് ബെൽറ്റ് എത്തുന്ന വരെ ഏത് ബെൽറ്റ് എടുത്തു കഴിഞ്ഞാലും ആള് ചോദിക്കുക കരാട്ടെ പഠിച്ചിട്ട് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയില്ല. ഇത്ര കൊല്ലായിട്ട് ആ അപമാനം സഹിച്ച് ജീവിക്കുകയാണ് നമ്മള്. ഇന്നെ പോലെ കുറെ ആൾക്കാരുണ്ട്. ആ ആളുകൾക്കൊക്കെ ഒരു പ്രയാസമുണ്ട്. നിങ്ങളെ ചോദിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ പഠിപ്പിച്ച ഈ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഉസ്മാൻ മാഷ് എന്നോട് പറഞ്ഞു, ഒരു കരാട്ടെ മാഷാണല്ലോ ഉസ്മാൻ മാഷ്. ഈ കരാട്ടെ എന്ന് വെച്ചാൽ കരുത്തും കരുതലും. ആ കരാട്ടെ എന്ന വാക്കിൽ തന്നെ അതുണ്ട്. മലയാളത്തിൽ മാറ്റി പറഞ്ഞാൽ കരുത്ത്, കരുതൽ, ഇത് രണ്ടുമാണെന്ന് ഉസ്മാൻ മാഷ് എപ്പോഴും നമ്മുടെ അടുത്ത് പറയും. ഞങ്ങളത് തമ്മിൽ ബന്ധിപ്പിക്കാൻ നോക്കുകയാണ്. താങ്കളുടെ ഇപ്പോഴത്തെ പ്രവർത്തനവും വാക്കുകളും ഈ കരാട്ടയുടെ കരുത്തും കരുതലും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അറിഞ്ഞോ അറിയാതെയോ അതങ്ങ് ശരിയായി വന്നിരിക്കുകയാണ്. അതെ, മാഷ് ഒരു സമയത്ത് 5 കൊല്ലം കരാട്ടെ പഠിപ്പിച്ചിട്ട്, അതായത് പിത്താശയത്തിലുള്ള പിത്തം വരെ ഛർദിപ്പിച്ചിട്ട് 5 കൊല്ലം അവസാനം ബ്ലാക്ക് ബെൽറ്റ് തരാതെ അവസാനം നമ്മൾ റെഡി ആയി. സാറേ, ബ്ലാക്ക് ബെൽറ്റ് റെഡിയാണ്. നമ്മൾ ആ സമയത്ത് സ്കൂളിൽ വിട്ടു. ഇപ്പൊ ഓൾറെഡി ജപ്പാനിന്ന് മനാഫിന്റെ ബ്ലാക്ക് ബെൽറ്റ് റെഡിയാണ്. അത് എന്നാണ് നമുക്ക് ദുബായിൽ ഒരു ഫംഗ്ഷനിൽ കൊടുക്കാൻ സാറോട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മിസ്റ്റർ മനാഫ്, ഇപ്പോ ഏതൊരു ബ്ലാക്ക് ബെൽറ്റ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ബെൽറ്റ് ഏതെന്ന് എനിക്ക് അറിയില്ല, അതിനേക്കാളൊക്കെ ഉള്ള ഒരു വലിയ ലൈഫ് ബെൽറ്റ് ഉണ്ട്. ലൈഫ് ബെൽറ്റ് അതിപ്പോ മനാഫിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞാൻ സംസാരിക്കുന്ന മണ്ണ് മിസ്റ്റർ മനാഫ് വന്നൊരിക്കൽ പട്ടിണി കിടന്നു എന്ന് പറയപ്പെടുന്ന ആ മണ്ണിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി നല്ല ഓർമ്മകളാക്കി കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നു. നിങ്ങൾ ചിരിക്കുന്നു. അതൊക്കെ തന്നെ ജീവിതത്തിൽ കിട്ടിയ വലിയ അനുഗ്രഹമല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഗൾഫിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആടുജീവിതം കഴിഞ്ഞ ഒരു ടാക്സി ജീവിതം എനിക്കും ഉണ്ടായിനി. അത് ഒരിക്കലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് മറക്കാൻ പറ്റാത്ത എന്റെ സഹപ്രവർത്തകർ ഇപ്പൊ ഞാൻ അബുദാബിയിൽ ജീവിച്ച സമയത്ത് ആ ടാക്സി ഡ്രൈവർമാരോട് ചോദിച്ചാൽ മതി എന്തേനും മനാഫ് എന്നുള്ളത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2011 കൂടിയിട്ട് ഞാന് എന്റെ ജീവിതം തന്നെ മാറി. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ മരിക്കുമ്പോ ഞാന് ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലേനു. വാപ്പ ഭൂമിയും അങ്ങനെ കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്നുള്ള മരണം. തൽക്കാണിന്റെ അടിയിൽ ഒരു കാറ് വിറ്റ് 75,000 രൂപ ഉണ്ടായിരുന്നു മരിക്കുമ്പോ. ഇന്നിപ്പോ ഭൂമിയിൽ ഏറ്റവും സമ്പാദ്യമുള്ള മനുഷ്യൻ താങ്കളാണ്. അങ്ങനെയൊന്നുമില്ല സാർ. ഞാൻ സത്യം പറയണ, ഞാൻ അതൊന്നും ഞാൻ ഭയപ്പെടുകയാണ്. ഇന്നെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു മോള്, അത് ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചിന്. അപ്പൊ എന്നെ പറഞ്ഞ് മനാഫിന്റെ ഫാനാണ്, ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. എനിക്ക് ആ കുട്ടിനോട് എനിക്ക് ആ ഉപദേശം കൊടുത്തത് തന്നെയാണ് എല്ലാരോടും പറയാനുള്ളത്. ആ കുട്ടിനോട് ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ആകാശം മുട്ട വളരുക, എത്രത്തോളം വളരാൻ പറ്റുമോ അത്രത്തോളം വളരണം. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല് ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഹമ്പിൾ ആയിരിക്കണം, താഴ്മുള്ളവനായിരിക്കണം. ഞാന് എന്താ പറഞ്ഞാൽ എനിക്കെതിരെ ഇത്രയും സംസാരങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ കടിച്ചു പിടിച്ച് നിന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെങ്കിലും എനിക്കും ഒരു അവസരം വരും, എന്നെങ്കിലും ഈ ഭൂമിയിലുള്ളവര് പറയും കള്ളനല്ല എന്നുള്ളത്. അത് അതെ അതെ അതെ. അപ്പൊ മാഷ നമ്മളെ വിട്ടു പോയിട്ടും ആലോചിക്കണം, 98 ഇന്നിപ്പോ 2024 മാഷ ഒരു സ്റ്റുഡന്റിന് ഒരു പ്രശ്നം വന്നപ്പോ, ഈ പ്രശ്നം 72 ദിവസം മുന്നേ വന്നതാ. 72 ദിവസം മുന്നേ വന്ന പ്രശ്നത്തിന് പോലും
എന്താ പറയാ, അത് വാഷിംഗ് മെഷീനും മിക്സിക്കും പോലും ഇത്ര ഗ്യാരണ്ടി കൊടുക്കൂല. അതായത് പഠിപ്പിച്ച ഒരു വിട്ട പ്രൊഡക്റ്റിനെ രണ്ടാമത് സർവീസ് ചെയ്ത് വിടുകയാണ്. ആലോചിച്ച് നോക്കണോ, 26 വർഷം കഴിഞ്ഞു. 26 വർഷം ഏത് കമ്പനിക്കാ ഗ്യാരണ്ടി കൊടുക്കണത്? ഈ ലോക്കൽ ചെക്കൻക്ക് ഗ്യാരണ്ടിയാണ്. അതായത് ഈ തളരുണ്ടെങ്കിൽ എവിടാണ് തളരുന്നത് അവിടെ റിപ്പയർ ചെയ്ത് തരികയാണ് മാഷ്. ആലോചിച്ച് നോക്കണോ. ഇപ്പൊ ഈ രാത്രിയിൽ ഷിരൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിക്കാണ് അല്ലേ? അതെ അതെ അതെ, ഏതോ ഒരു ലോഡ്ജ് കയറി കുത്തിരിക്കുകയാണ് സാറേ. ലോഡ്ജിൽ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ വീട്ടിലെത്തൂല്ലേ? കോഴിക്കോട്ട് ഒളവണ്ണ. എവിടെയാണ് കറക്റ്റ് വീട്? ഒളവണ്ണ. ഭായ്, ഇപ്പൊ ഗൾഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കി നാട്ടിൽ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ജീവനക്കാരുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കി. ലോകത്ത് പലയിടത്തും അങ്ങനെയില്ല. ഈ ഗൾഫിൽ കഴിയുന്ന ഇപ്പോ മനാഫ് ഭായിയെ ഗൾഫിലെ തൊഴിലാളി മുതലാളി ബന്ധം, രണ്ട് തൊഴിലാളികളും സ്നേഹിക്കുന്നു, മുതലാളിമാരും സ്നേഹിക്കുന്നു. ഇപ്പോ ആ ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ രസതന്ത്രാണ്. അതായത് മുതലാളി ചിന്തിച്ചാ മതി, ഞാൻ ഈ തൊഴിലാളി ഉണ്ടായതുകൊണ്ടാണ് എന്റെ വീട്ടിലുള്ള കുട്ടികൾ കഞ്ഞി കുടിച്ചു പോടുന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വളരെ സിമ്പിൾ രസതന്ത്ര. അത് മനസ്സിലാക്കാൻ ഏത് മുതലാളിക്ക് കഴിയണോ അന്ന് അവന്റെ സ്ഥാപനം ബുർജ് ഖലീഫ ഉണ്ടല്ലോ നിങ്ങളെ ദുബായിലെ, ബുർജ് ഖലീഫിനെക്കാട്ടി ഉയരത്തിൽ വളരും. എന്നാൽ ആ ഉപദേശം ഇവിടെ കമ്പനികൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന എല്ലാവരും ഒരു മുതൽക്കൂട്ടായിട്ട് എടുക്കട്ടെ. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണല്ലോ മനാഫ് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മുതലാളി തൊഴിലാളി തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ ആ ബിസിനസ് ചില മുതലാളിമാർ പറഞ്ഞ കേൾക്കും, ഭയങ്കര തലവേദന ബിസിനസ്, അങ്ങനെ എങ്ങനെ അറിയും. സത്യത്തിൽ വളരെ ഈസിയാണ്. നല്ലൊരു തൊഴിലാളി, ഒരു കൂട്ടം തൊഴിലാളിമാരുണ്ടെങ്കിൽ ബിസിനസ് വളരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ അർജുന്റെ കാര്യം പറയാം. ഞാൻ അർജുനെ സ്നേഹിക്കുന്നതിൽ ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ലോഡ് മരങ്ങൾ കൊണ്ടുവന്നിട്ട് കർണാടകയിൽ നിന്ന് കൊണ്ടുവരുമ്പോ കാസർഗോഡ് മുതൽ നമ്മൾ എന്താക്കും, തൃശ്ശൂർ വരെ ഈ മരങ്ങൾ ഓരോ പാർട്ടിനെ വിളിച്ചു പറയും. എന്നിട്ട് ആർക്കെങ്കിലും നമ്മളെ സ്വന്തം ലോറി എടുക്കാൻ കാരണം അതാണ്. മറ്റു ലോറിക്കാർ നമ്മളെ ലോഡ് എടുക്കൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ വരിക, ഏതെങ്കിലും സ്പോട്ടിൽ തട്ടുക, പോവുക, ഇതാണല്ലോ. പക്ഷെ നമ്മളെ ശൈലി എങ്ങനെ പറഞ്ഞാൽ, കാസർഗോഡിൽ ഒരു പാർട്ടിനെ കാണിക്കും, പിന്നെ കുറച്ചപ്പുറത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെർക്കളയിൽ ഒരു പാർട്ടിനെ കാണിക്കും, പിന്നെ കഴിഞ്ഞ കാഞ്ഞങ്ങാട് കാണിക്കും. വെറുക്കണ പരിപാടിയാ. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ അർജുൻ എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോഡ് അവിടുന്ന് കയറ്റുമ്പോ തന്നെ നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളെ മറന്നുപോയതായിരിക്കും. ആ മുതലാളിനെ വിളിച്ചിട്ട് പറയും, ദാ മുബീൻക ഒരു ലോഡ് കയറ്റിക്കിന്, നല്ല ലോഡാണ്, ഫോട്ടോക്ക് ഓൻ തന്നെ വിട്ടുകൊടുക്കും. കച്ചവടം ഏകദേശം ആക്കിയിട്ട് ഓൻ തന്നെ അത് വിറ്റ് എന്താക്കും, തിരിച്ച് ഓൻ പോകും. ഹലോ, അതിപ്പോ എല്ലാ ഡ്രൈവർമാരും കുറെയൊക്കെ അങ്ങനെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓർക്ക് ശരിക്കും എന്താക്കിയാ മതി, ഓർക്ക് അതെ അതെ, മുതലാളി വിറ്റിയിലെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതെ അതെ, ഞാൻ പറയണത് ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് അടുത്താണ്. ആ റെസ്റ്റോറന്റിലെ ചിലപ്പോ പൈപ്പ് ലീക്ക് ആയിരിക്കും, കുറച്ച് വെള്ളം പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരും ലൂസാക്കിയിട്ടുണ്ടാവും. ആത്മാർത്ഥത ഉള്ള തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആക്കൂ. മുതലാളിന്റെ വെള്ളമാണ് ആ പോണത്. അങ്ങനെ ഒരു ബൾബ് അധികം കത്തി നിൽക്കുകയാണെങ്കിൽ ആത്മാർത്ഥ കാണിക്കുന്ന തൊഴിലാളി ഉണ്ടാവും. അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാർത്ഥക്ക് എന്താക്കും, ആ ബൾബ് ആവശ്യമില്ല, ഇപ്പൊ കത്തിക്കേണ്ട ആവശ്യമില്ല, ഓഫാക്കിക്കോളൂ. നിങ്ങൾ കുറച്ച് സ്നേഹിച്ചാൽ മതി, ഒടുക്കത്തെ സ്നേഹം തൊഴിലാളിമാർ തരൂ. നിങ്ങൾ കുറച്ച് സ്നേഹം അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഭിനയിക്കുകയും ചെയ്യും, പിന്നെ നിങ്ങൾ നേരായിക്കോളൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആത്മാർത്ഥതയിലേക്ക് വരും. അതായത് ഗൾഫിലും നാട്ടിലുമുള്ള സർവ്വ മുതലാളിമാർക്കും തൊഴിലാളിമാർക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഉപദേശമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഇനിയും ഒരുപാട് മനുഷ്യ നന്മ നിറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ കഴിയട്ടെ. താങ്കളുടെ മനസ്സങ്ങനെയാണ്. ഒരുപാട് പേർക്ക് പ്രേരണയായി മാറട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട്. എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്ന എന്താ അറിയോ, അതായത് നമ്മളെ ഈ സ്കൂള് പൂട്ടുന്ന ദിവസം തലേന്ന് പാരന്റ്സ് എന്താക്കും, കൂട്ടാൻ വരുന്ന ആ രംഗണ്ടല്ലോ മാഷെ, ആ തലേന്നത്തെ രാത്രി ഒരു ഭയങ്കര രസാണ് ഹോസ്റ്റലില്. ഇപ്പൊ എനിക്ക് ആ ഫീലിംഗ് ആണല്ലേ. കുറെ ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോ ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോണ ഒരു ഫീലിംഗാ. ചില സമയത്ത് എന്റെ പാരന്റ്സ് വരെ നേരം പോകുമ്പോ ഒരു ഉള്ളിലൊരു കാളലാ, വരൂലേ പറ്റിക്കോ. പക്ഷെ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പം വരുന്നത്. മാത്രമല്ല ഈ മാഷും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഇപ്പൊ ലോകം അറിഞ്ഞു.
ഇതുപോലെ ലോകത്ത് എല്ലാ മാഷന്മാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധവും ഊഷ്മളമായിട്ട് തന്നെ നിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും മാഷ്ക്കും അതേപോലെ ശിഷ്യനും.